ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മുടെ 940 ക്യാൻഡിലിൻ്റെ ഫിബോ ഡ്രോ ചെയ്ത് വെച്ചു. ആ ലൈനിനെ മാർക്കറ്റ് മേളിയും താഴത്തോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. 55,600 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. ഓവറോൾ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഏതായാലും ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. എൻട്രി എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും റിസ്ക് എടുക്കണ്ട, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. 78 പോയിൻറ്റ്സിൻ്റെ തന്നെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുത്തേക്കാം. 817 ഇപ്പോൾ 780 781 കൂടെ കൊടുത്തേക്കാം. ഫിഗർ പ്രൈസ് വന്നിട്ട് 817.70 നമുക്ക് കിട്ടിയത്. അപ്പോൾ 780 781. ഓക്കെ, ഇപ്പോൾ ഒരു ഓവറോൾ ഒരു 2000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 5000+ പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ ട്രെയിൽ ചെയ്തേക്കാം. ഏതായാലും ഇനിഷ്യലി നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാം. ട്രേഡ് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ എൻട്രി പോയിൻറ്റും ടാർഗറ്റും കൂടെ ഒന്ന് ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് ജസ്റ്റ് ആ ലൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എൻട്രി കിട്ടി. 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച് വരും. ദാറ്റ്സ് ഇറ്റ്. അത്യാവശ്യം വെരി ഗുഡ്. അത്യാവശ്യം തെറ്റില്ലാത്തൊരു പ്രോഫിറ്റ്, ഒരു 4000 അടുപ്പിച്ച് പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. 4200 4300 നമുക്ക് 4000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് 5000. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്തൊന്ന് ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം. 867 ആണ് നമ്മളുടെ ടാർഗറ്റ്. 100 പോയിൻറ്റ്സിൻ്റെ ആണ് ടാർഗറ്റ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല. നമ്മളുടെ ജസ്റ്റ് ഇനി ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ ഫോം ആയതായിരുന്നു. അത് റിജക്ഷൻ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെങ്കിലും സീനില്ല. നമുക്ക് നമ്മളുടെ കോസ്റ്റിൽ തന്നെ ഒരു 5 പോയിൻറ്റ്സോ വല്ലതോ നമുക്ക് ജസ്റ്റ് ഒരു കോസ്റ്റിൽ തന്നെ എന്നുള്ള രീതിയിൽ ഇറങ്ങാവുന്നതാണ്. നമ്മൾ ട്രേഡ് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ആയത്. ഒരു ഓക്കെ ഫൈൻ. അഗെയിൻ 3000 2000 ലോസ് മാറിയിട്ടുണ്ട്. നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. പക്ഷേ അത് തന്നെ ഒരു റിജക്ഷൻ ക്യാൻഡിലുമായിട്ട് മാറുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഒരു ഹൈ വോൾട്ടൈലിറ്റി അല്ലെങ്കിൽ ഒരു നല്ലൊരു വോൾട്ടൈൽ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഇപ്പോൾ ഒരു 4000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു 7000+ ആണ് പ്രോഫിറ്റ് നമ്മൾ ഈ ട്രേഡിൽ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം ടെൻഷനില്ല. ഈ ട്രേഡിൽ വളരെ സിമ്പിൾ ട്രേഡാണ്. നമ്മൾ സാധാ എടുക്കുന്ന പോലത്തെ തന്നെ ഒരു ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസും അതേ ടൈപ്പ് ഓഫ് ഒരു എൻട്രിയുമാണ് നമ്മളെടുത്ത്. എൻട്രി ഇന്ന് എക്സാക്ട്ലി നമുക്ക് അത്രയും വലിയൊരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തെങ്കിലും എൻട്രി നമുക്ക് എക്സാക്ട്ലി എൻട്രി എടുക്കാൻ സാധിച്ചു. അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പം ഓവറോൾ ഒരു 3000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് ഒരു താഴത്തോട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ടാർഗറ്റിനെ മാറ്റിയിട്ട് ഇപ്പോൾ ടാർഗറ്റാണ് വെച്ചേക്കുന്നത്. ടാർഗറ്റ് ഓക്കെ 2000 നല്ലപോലെ കുറയുന്നുണ്ട് പ്രോഫിറ്റ്. നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടത്, നമുക്ക് ടാർഗറ്റിനെ മാറ്റി സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഒരു നമ്മളുടെ എൻട്രിയിൽ നിന്നൊരു ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സ് പ്ലസ് ചെയ്ത് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചേക്കാം. വീണ്ടും താഴത്തോട്ടാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു 5000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ എഗെയിൻ മാർക്കറ്റ് അവിടുന്ന് റിട്രേസ് ചെയ്ത് മേളിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ റിട്രേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസും നമ്മളുടെ ടാർഗറ്റും ഏതായാലും ഇൻടാക്റ്റ് ആണ്. ചെറിയൊരു ഫ്യൂ പോയിൻറ്റ്സിൽ നിന്ന് ഒരു 2000 റുപ്പീസിൻ്റെ 5000+ 6000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്തതായിരുന്നു. സോ വെയിറ്റ് ചെയ്യാം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഓവറോൾ ഫൈൻ. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയത്. ആ ഒരു ക്യാൻഡിൽ തന്നെ നമ്മളുടെ പ്രോഫിറ്റിനെ തന്നിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാമായിരുന്നു. പിന്നെ ഒരു അപ്ഡേറ്റ് തരാനുള്ളത്, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് താല്പര്യമുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FB പേജ് ഒന്ന് ലൈക്ക് ചെയ്യും. ഞാൻ അതിൻ്റെ അകത്ത് ലിങ്ക് ഇടാമെന്നു. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ വലിയൊരു താല്പര്യമില്ല ആ ഒരു ബേസിക് കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഉള്ളത് ചെയ്യാം. കാരണം പേജിൽ ആരും ലൈക്ക് ചെയ്യുമോ അങ്ങനെ വളരെ നിസ്സാര, നമുക്ക് വേണമെങ്കിൽ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നോ ഇഷ്യൂ.
അപ്പോൾ ഞാൻ FB പേജിൽ ഇടാനുള്ള കാരണം വേറൊന്നുമല്ല, ആ പേജും എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ അതിൻ്റെ അകത്ത് ലിങ്ക് ഇടുവാണെങ്കിൽ അത്യാവശ്യം ആ പേജിനും ഒരു റീച്ചബിലിറ്റി കിട്ടട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് വേറൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ അതിലിടാമെന്ന് വിചാരിച്ച ലിങ്ക്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇന്ന് രാത്രിയിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു റീച്ചബിലിറ്റി കാണുന്നില്ല. അത്രയും ആരും അങ്ങനെ ഒരു ലൈക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ആ പ്ലാൻ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫൈൻ. ഏതായാലും നമ്മളുടെ നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചിരുന്നതാണ്. അവിടെ നിന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടല്ലോ ട്രേഡേഴ്സ്. വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലോ. ട്രേഡേഴ്സ് വൈഫൈ കട്ടായി തോന്നി, മഴയുടെയൊക്കെ കൊണ്ടാന്ന് തോന്നി. ഞാനിത് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് ആവുന്നില്ല. കുഴപ്പമില്ല, സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യാ, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ് ട്രേഡേഴ്സ്, അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ട്രേഡേഴ്സ് ഓവറോൾ ഒരു 7000+ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണമാണ്. 946 ആണ് ഞാൻ മൊബൈലിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ജസ്റ്റ് നമ്മളുടെ 940 വളരെ സിമ്പിൾ. ഈ ഒരു ക്യാൻഡിൽ 10 മണിയുടെ ക്യാൻഡിലിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. വളരെ സിമ്പിളായിരുന്നു. 940യുടെ ക്യാൻഡിൽ ഫിബോയെ ഡ്രോ ചെയ്ത് വെച്ചു. ലൈനിനെ മാർക്കറ്റ് അപ്പ് സൈഡിൽ നിന്ന് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. എക്സാക്ട്ലി ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഈ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ടാർഗറ്റ് വെച്ചു. 78 പോയിൻറ്റ്സിൻ്റെ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസും വെച്ചു. എക്സാക്ട്ലി 10 മണിയുടെ ക്യാൻഡിൽ നമ്മളുടെ 10 മണിയുടെ നമ്മുടെ ഓർഡർ ബുക്ക് 10 മണിയുടെ ക്യാൻഡിൽ നമ്മളുടെ ടാർഗറ്റും എക്സാക്ട്ലി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇന്നത്തെ ട്രേഡിൽ ഒരു 7000+ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.